ഹായ്, എന്നോട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കാണ്, സാർ സത്യസന്ധമായിട്ട് പറ, കേരളത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് അത് എജ്യൂപോർട്ടാണ്. പക്ഷെ അതിൽ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണം, ഞാൻ നെഞ്ച് കൈവച്ച് ഏറ്റവും സത്യസന്ധമായിട്ടാണ് അത് പറയുന്നത്. അതിന് എനിക്കെന്തുണ്ട്, 4 കാരണങ്ങളുണ്ട്. ആ 4 കാരണങ്ങൾ നിങ്ങളും കൂടെ ഒന്ന് കേട്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറഞ്ഞോ. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സാണ് നിങ്ങൾ ഏത് ബാച്ചിലാണെങ്കിലും പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ സാറേ ഇതന്നെയല്ലേ എല്ലാവരും പറഞ്ഞു, പക്ഷെ എല്ലാവർക്കും അത് പോസിബിൾ അല്ലടാ. അതായത് എജ്യൂപോർട്ടിൽ മാക്സിമം 1500 കുട്ടികളാണ് ഇത്തവണ ഉണ്ടാവുക. 1500 കുട്ടികളെ കാറ്റർ ചെയ്യാൻ ഏകദേശം ഒരു 20 ടീച്ചേഴ്സ് വേണം. 20 ബെസ്റ്റ് ടീച്ചേഴ്സിനെ എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ 20,000 കുട്ടികളുള്ള ഒരു ക്യാമ്പസിന്, ഒരു സ്ഥാപനത്തിനാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് കുറേ ബാച്ചിൽ വളരെ വളരെ ജൂനിയർ ടീച്ചേഴ്സാണ് എടുക്കുക. അതേ പോസിബിൾ ഉള്ളൂ. സോ ബെസ്റ്റ് ടീച്ചേഴ്സിനായിട്ട് എജ്യൂപോർട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ വർഷത്തെ നീറ്റിൻ്റെയും ജെയുടെയും ഏറ്റവും ആദ്യത്തെ ബാച്ച് കേരളത്തിൽ എജ്യൂപോർട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ബാച്ച് എന്താണ്, മെയ് 6 സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, നിങ്ങളിപ്പോൾ നീറ്റിനോ ജെയ്യോ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ എത്ര നേരത്തെ നിങ്ങൾ പഠിച്ചു തുടങ്ങി. അതായത് നിങ്ങളിപ്പോൾ ബാച്ചൊന്നും തുടങ്ങിയാൽ ഇപ്പം മുതൽ നിങ്ങൾ പഠിക്കണം എന്നാണ്. ഞങ്ങളെ ബാച്ച് ആദ്യം തുടങ്ങും, ആദ്യം തീർക്കും. കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും കൂടുതൽ റിവൈസ് ചെയ്യാനും ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. സോ ആദ്യത്തെ ബാച്ചിലെ തന്നെ ജോയിൻ ചെയ്യാൻ ഇപ്പം തന്നെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ബെസ്റ്റ് ക്യാമ്പസ് ആണ്. അത് ഒരുപാട് ആൾക്കാർ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് കരുതെങ്കിലും, ഞാൻ പണ്ട് എൻ്റെ പെങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ അവളെ ഹോസ്റ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഒരു കാലത്ത് ഒരാൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പഠിക്കാൻ ഞാൻ വിടൂല. അന്ന് എജ്യൂപോർട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പിന്നെ എജ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അവൾ അന്നത്തെ ഹോസ്റ്റൽ അവിടുത്തെ അവസ്ഥയായിരുന്നു. അത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രഷർ ഏറിയ ഒരു വർഷമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചിലവഴിക്കാൻ പോകുന്നത്. അവിടുത്തെ എൻറ്റയർ എൻവയോൺമെൻറ്റ്, അതായത് എന്താണ്, നിങ്ങളെ ക്ലാസ് റൂമും കാര്യങ്ങളും നല്ലൊരു ക്യാമ്പസ് പോലെ ആയിരിക്കണം. ഹോസ്റ്റൽസിലേക്ക് ഒരുപാട് ദൂരമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഹോസ്റ്റൽ നല്ല രീതിയിലായിരിക്കണം, നല്ല ഫുഡായിരിക്കണം, നല്ല മെൻറ്റേഴ്സ് ആയിരിക്കണം. ചുരുക്കി പറഞ്ഞ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ മിനിമം ഒരു 50 മാർക്ക് കൂടുതൽ കിട്ടും. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മറ്റെവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിലും ക്ലാസ് റൂമിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് 15 മിനിറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. സോ തൊട്ടടുത്ത ഹോസ്റ്റല് ഏറ്റവും നല്ല പോസിറ്റീവ് വൈബിൽ പഠിക്കാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ, എനിക്ക് നന്നായിട്ട് അറിയാം ഈ റിപ്പീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചിലവേറിയ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് എജ്യൂപോർട്ടാണ്. അതായത് +1 മാർക്ക് ബേസിട്ട് ഞങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ജെഇ മെയിൻസിൻ്റെ റിസൾട്ട് വെച്ചുള്ള സ്കോളർഷിപ്പ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇനി +2 മാർക്ക് വന്നാലും നീറ്റ് റിസൾട്ട് വന്നാലും ഇനി ഇതിലൊന്നും നിങ്ങൾ പെർഫോം ചെയ്യുന്നില്ല, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഒരു ഇസാറ്റും കൂടെ ഏപ്രിൽ 26 നമ്മൾ നടത്തുന്നുണ്ട്. അതായത് മറ്റെവിടത്തേക്കാളും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് ദ ബെസ്റ്റ് കോഴ്സ് നിങ്ങൾക്ക് എജ്യൂപോർട്ട് കിട്ടും. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 4 കാരണങ്ങളാണ് നിങ്ങൾക്ക് അടുത്ത വർഷം നീറ്റോ ജെയ്യോ കിട്ടുമെന്ന് തീരുമാനിക്കുന്നത്. ഈ 4 കാരണത്തിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റും നമ്പർ 1 എജ്യൂപോർട്ടാണ്. നമ്മളെ റിസൾട്ടിലൊക്കെ അത് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ വർഷം 399 ആണെങ്കിൽ ഇത്തവണ 7 ആണ്. അടുത്ത തവണ നിങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതൊരു 25 ഏറ്റവും മിനിമം എത്തിക്കും. സോ നമ്മുടെ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം.